ഹലോ ഗായ്സ്, വെൽക്കം ടു ഹാൻഡ്ക്രാഫ്റ്റി. കുറേ നാൾക്ക് ശേഷമാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. എബൌട്ട് ഒരു 1 year ബാക്ക് ഞാൻ ചെയ്തൊരു വർക്കാണ് റെസിൻ വെച്ചിട്ട്. ഇതിൽ ഒരു പോളറോയിഡാണ്, 2 സൈഡിലും ഫേസസ് വരുന്ന ഒരു പോളറോയിഡാണ്. അതിലൊരു കസ്റ്റം കോട്ടും കൊടുത്തിട്ടുണ്ട്, ഒരു ലൈറ്റിങ്ങും കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ വെൽക്കം ടു ഹാൻഡ്ക്രാഫ്റ്റി. ഹലോ, സോ എൻ്റെ മെസ്സി ആയിട്ടുള്ള വർക്ക് സ്പേസാണിത്. ഇവിടെ ഇരുന്നിട്ടാണ് എൻ്റെ എല്ലാ വർക്ക്സും ഞാൻ ചെയ്യാറുള്ളത്. ആൻഡ് ഇത് വർക്ക് വന്നിട്ട് എൻ്റെ ക്ലയൻറ്റ് പറഞ്ഞത് 2 സൈഡിലും ഫോട്ടോ വേണം, ഒരു പോളറോയിഡ് തന്നെ വെക്കണമെന്ന്. അപ്പം ഞാൻ ആദ്യം പ്രിൻ്റ് എടുത്തപ്പോൾ പോളറോയിഡ്സ് ആയിട്ടാണ് പ്രിൻ്റ് എടുത്തത് ഇൻഡിവിജ്വൽ. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതിനെ കാട്ടിയിട്ടും എന്തുകൊണ്ടും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു വാട്ടർ പേപ്പറിൽ ഫോട്ടോ 2 സൈഡിലും ഒട്ടിച്ചെടുക്കുന്നതാണ്. ലൈക്ക് ഒരു കസ്റ്റമായിട്ടൊരു പോളറോയിഡ് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതായത് സെൻറ്ററിൽ വാട്ടർ പേപ്പർ വന്നിട്ട് 2 സൈഡിലും ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് കാണുമ്പോൾ കറക്റ്റ് പോളറോയിഡ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ആൻഡ് പേപ്പർ ക്വാളിറ്റിയും ഭയങ്കര നല്ലതായിരുന്നു. ഇതിൻ്റെ ഇടയിൽ വന്നിട്ടൊരു വീഡിയോ കാണിച്ചിരുന്നതാണ്. ലൈക്ക് അവർ പോസ്റ്റ് ചെയ്തെന്തോ ട്രയംഫിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. ആ സമയത്ത് ട്രയംഫിൽ വർക്ക് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ലൈക്ക് ഓൾമോസ്റ്റ് 1 year ബാക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, മേ ബി മോർ ദാൻ ദാറ്റ്. ഞാനപ്പം ഇന്നിപ്പം എൻ്റെ ഫോണിൽ വീഡിയോസൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഇതുപോലെ കുറേ വീഡിയോസ് എടുത്ത് വെക്കാറുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ അറിയാം, ഞാൻ പലതും എടുത്ത് വെച്ചിട്ട് ഇടാറില്ല. ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ലെന്തി ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഒന്നെങ്കിൽ എഡിറ്റ് ചെയ്ത് തീരാറില്ല, അല്ലെങ്കിൽ ഞാൻ പിന്നത്തേക്കെന്നും പറഞ്ഞ് മാറ്റി വയ്ക്കും. അങ്ങനെ മാറ്റി വെച്ച വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഇന്നിപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ പ്രോസസ്സ് ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കരുതി ഷെയർ ചെയ്യാമെന്ന്. പിന്നെ മിക്ക വീഡിയോസും ഞാൻ ഫോൺ സ്റ്റോറേജ് ഫുള്ളാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ ചിലതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് കാണത്തില്ല, അല്ലെങ്കിൽ ചിലതിൻ്റെ എൻഡിങ് കാണത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ വിഷമം തോന്നിച്ചിട്ട് പിന്നെ ഇടത്തില്ല. സോ എനിവേ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഐ തിങ്ക് ഞാൻ മുന്നേ ഒരു റെസിൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ റിമൂവ് ചെയ്തെന്ന് തോന്നുന്നു. അതിൻ്റെ ഓഡിയോയ്ക്ക് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു. സോ ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഈ ഒരു വർക്കിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു 6 ഇഞ്ചിൻ്റെ റൗണ്ട് ഡെപ്ത്ത് കുറഞ്ഞിട്ടുള്ള ഒരു മോൾഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ റെസിൻ വർക്ക്സ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ലിക്വിഡ് മീഡിയം ആയിരിക്കും. അപ്പോൾ അത് സോളിഡായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഷേപ്സ് യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്യണതല്ലാണ്ട് ഫോംസ് അല്ലാണ്ട് തന്നെ ടേബിൾ ടോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാസ്റ്റിങ്ങിന് മാത്രമല്ലാണ്ട് ഒരു കോട്ടിംഗ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റെസിൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തേക്കുന്ന പ്രോഡക്റ്റ്സ് വന്നിട്ട് തുളസി എന്ന് പറഞ്ഞൊരു റെസിൻ പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യുന്നൊരു സ്റ്റോറുണ്ട്. അവരുടെ സ്റ്റോറിൽ നിന്ന് ഓൺലൈനായിട്ടാണ് ഞാൻ റെസിനായാലും എൻ്റെ മിക്ക സാധനങ്ങളും അതിൽ തന്നെ മേടിക്കാൻ കിട്ടും. നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഷോപ്സിൽ ഇപ്പം ഉണ്ട്. റെസിൻ ആർട്ടിസ്റ്റുകൾ കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ കുറേ ഇടത്ത് കിട്ടുന്നുണ്ട്. ആൻഡ് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ മുന്നേയൊക്കെ ഇടയ്ക്കൊക്കെ ഞാനത് ശ്രദ്ധിക്കാണ്ടൊക്കെ ഗ്ലൗസ് യൂസ് ചെയ്യാണ്ടൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണ്. വീഡിയോസൊക്കെ കണ്ട് പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയാണ് ഞാൻ റെസിൻ ചെയ്യാൻ തുടങ്ങിയത്. അല്ലാണ്ട് ഞാൻ ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഞാൻ ആകെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ടെറാക്കോട്ട ജ്വല്ലറി മേക്കിങ്ങിൻ്റെയാണ്. പക്ഷേ റൈറ്റ് നൗ ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് ബേസ്ഡ് ഓൺ ദാറ്റ്. എന്തായാലും എനിക്ക് ടെറാക്കോട്ട ഒന്നും കൂടി ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നോക്കട്ടെ, ടൈം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പറ്റിയല്ലായി. അഗെയിൻ കമ്മിങ് ടു റെസിൻ ഞാൻ യൂസ് ചെയ്യുന്നത് വന്നിട്ട് 2:1 റേഷ്യോയിലുള്ള റെസിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, തുളസിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ റേഷ്യോ നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഈ ഹാർഡ്നർ ആയാലും ഈ റെസിൻ ആയാലും അതിൻ്റെ റേഷ്യോ കറക്റ്റ് റേഷ്യോ ആയിരിക്കണം. അതിൽ ചെറിയൊരു വ്യത്യാസം പോലും വരുത്താൻ പാടില്ല. ഞാൻ മുന്നേയൊക്കെ ഒരു തവണ
എനിക്കിങ്ങനെ ഈ വെയിങ് മെഷീൻ ഉണ്ടായിരുന്നില്ലാത്ത സമയത്ത് നമുക്കൊരു കാൽക്കുലേഷൻ കാണുമല്ലോ, അങ്ങനെ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് റെസിൻ വന്നിട്ട് അവസാനം ഒരു സ്മോക്കി ടെക്സ്ചറിലോട്ട് മാറിപ്പോയായിരുന്നു. എൻ്റെ റെസിൻ അങ്ങനെ കൊളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമൊക്കെ കുഞ്ഞു ബാച്ചസ് ആയിട്ട് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഈവൻ ഇപ്പോഴായാലും ഞാൻ ആദ്യത്തെ ഒരു ലെയർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ബാച്ചാണ് ഇവിടെ എടുത്തേക്കുന്നത്. ദെൻ ഫൈനൽ കോട്ടിങ് നമുക്ക് ഒന്നും കൂടെ ചെയ്യാൻ പറ്റും. പിന്നെ റെസിൻ വന്നിട്ടൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്നത്. ഇപ്പോൾ പെയിൻറ്റിങ് ഒക്കെ പോലെ ഒരു കാര്യമല്ല. വർക്ക് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ പെയിൻറ്റിങ് വർക്ക്സ് തീരുമായിരിക്കും. പക്ഷേ ഇത് വന്നിട്ട് വി ഹാവ് ടു വെയിറ്റ്. ഫസ്റ്റ് ലെയർ കഴിഞ്ഞ് അത് ഫുള്ളി ഹാർഡായതിന് ശേഷം അടുത്ത ലെയർ നമുക്ക് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ കൺസിഡർ ചെയ്യണം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. എനിക്ക് പലപ്പോഴായാലും അതിൻ്റെ പ്രോബ്ലംസ് വരാറുണ്ട്. ചിലപ്പം ക്ലയൻറ്റിന് പെട്ടെന്ന് വേണമായിരിക്കും, പക്ഷേ ടൈം നല്ല കുറവായിരിക്കും. അപ്പം ആ ഒരു സമയത്ത് ഞാൻ ചിലപ്പോൾ റഷ് ചെയ്ത് അടുത്ത ലെയറും കൂടെ ഒഴിക്കും. അപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നം വരും. ബിക്കോസ് നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ കാണാം, ഞാനിവിടെ കുറച്ച് ബീഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് കളർഫുൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അറ്റ് ദ എൻഡ് ഇറ്റ് വിൽ ബി വെരി ക്ലിയർ ആയിട്ടുള്ളതായിരിക്കും. പിന്നെ ഈ ലൈറ്റിൻ്റെയും ഇത് വെക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് നമ്മളുടെ ഫോട്ടോ മാത്രം വെച്ചാൽ ഒരു ഭംഗി വരത്തില്ല. അഗെയിൻ അതിൻ്റെ കൂടെ എനിക്ക് ഗോൾഡൻ ലൈക്ക് എന്നെ പറയുന്നത് ഗോൾഡൻ പെറ്റൽസ്, ഐ ഡോണ്ട് റിമെമ്പർ, ഗോൾഡൻ ലീഫ് പോലെ വരുന്നതാണ്. അപ്പോൾ അത് മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആയാൽ കൂടി ഇതിങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ റെസിനിൽ കിടക്കും. ഇത് ഹാർഡ് ആവുന്ന ടൈം ഒരു നമ്മളിപ്പം ഇത് ചെയ്യുന്നത് കഴിഞ്ഞൊരു 2 hours ഒക്കെ ആകുമ്പോഴത്തേക്ക് ഹാർഡായി തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഈ ടൈമിൽ ഇത് നമുക്ക് വെച്ചേക്കുന്ന സർഫസിൻ്റെ ഒരു സ്ലോപ്പൊക്കെ പോലെയൊക്കെ തന്നെ ഇത് ഒന്ന് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈവൻ ഞാനൊരു തവണ ചെയ്തപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഫേസിലോട്ട് ഒരു ഗോൾഡൻ ഫോയിൽ വന്നായിരുന്നു. അപ്പോൾ ക്ലയൻറ്റിന് ആ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് അറ്റ് ദ എൻഡ് അത് നമ്മളുടെ മിസ്റ്റേക്കല്ല, നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും പറ്റിപ്പോകുന്നതാണ്. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പം മാക്സിമം നമ്മൾ വർക്കിൻ്റെ കൂടെ തന്നെ ഇരിക്കാൻ നോക്കണം. അപ്പോൾ ഇതാണ് ഞാനിപ്പം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിലേക്ക് ഒരു ലെയറും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിവിടെ കാണിക്കുന്നില്ല. ഈ ലൈറ്റ് വന്നിട്ട് ഫെയറി ലൈറ്റ് അഗെയിൻ തുളസി സ്റ്റോറിൽ അവൈലബിൾ ആണ്. അല്ലാണ്ടും നമുക്ക് നമ്മളുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോഴ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ മുന്നേ ഒന്നും കണ്ടിട്ടില്ല, ഒരു 3 years ബാക്കൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ഇത് കിട്ടുന്നുണ്ട്. 80 to 100 ആ ഒരു റേറ്റിലൊക്കെ വരുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ്. ഞാൻ ചെയ്തെടുത്തത് ഇതുപോലെ 2 സൈഡിലായിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ഇപ്പം ആർട്ടിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലൊരു കാര്യമാണ്. ബിക്കോസ് റെസിൻ നമുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നൊരു സന്തോഷം ഭയങ്കര, ബിക്കോസ് നമ്മളെ വർക്ക് അത്ര നല്ലതാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാവും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പേഷ്യൻസ് കൊടുത്താൽ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാ ആർട്ടും അതുപോലെ തന്നെയാണ്. ബട്ട് സ്റ്റിൽ എഫേർട്ട് നോക്കുമ്പോഴത്തേക്കും ഡിപ്പെൻസ്. പേഷ്യൻസ് ആണ് ഇതിന് കൂടുതൽ വേണം, എഫേർട്ട് കുറവുമാണ്. ലൈക്ക് ഇങ്ങനൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ എഫേർട്ട് വേണ്ടി വരത്തില്ല. ദാറ്റ്സ് വാട്ട് ഐ മെൻറ്റ്. പിന്നെ മെറ്റീരിയൽസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നോർമൽ പെയിൻറ്റിങ് മെറ്റീരിയൽസിനെ കാട്ടിയിട്ടും കോസ്റ്റ് കൂടുതലാണ് റെസിൻ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ. നമുക്കിപ്പം ക്യാൻവാസും പെയിൻറ്റൊക്കെ മേടിക്കുന്നതിന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൂടുതലാണ്. ഇപ്പം ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആയാലും മാക്രമേ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആയാലും കമ്പയർ ചെയ്യുമ്പോഴും അഗെയിൻ റെസിൻ പ്രോഡക്ട്സ് കുറച്ച് കോസ്റ്റ്ലിയാണ്. ബട്ട് ഇറ്റ്സ് വർത്താണ് ചെയ്ത് വരുന്ന പ്രോഡക്റ്റിൻ്റെ കാരണം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻഡ്ക്രാഫ്റ്റി. കുറച്ച് ഷോർട്സൊക്കെ ഷെയർ ചെയ്യണം ഇവിടെ. ഇതുപോലത്തെ വീഡിയോസ് ഹാൻഡ്ക്രാഫ്റ്റിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സംതിങ്. അപ്പോൾ അത് കുറച്ച് മോട്ടിവേഷൻ ആയിരിക്കും ഇടാൻ വേണ്ടിയിട്ട്. താങ്ക് യു.